പർസ്യൂട്ട് ഓഫ് ജെയ്ഡ് എന്ന ചൈനീസ് ഡ്രാമയാണ് ഇന്ന് മുതൽ നമ്മൾ കാണാൻ പോകുന്നത്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഡ്രാമയാണ്. ഒട്ടും ബോറടിക്കില്ല. ഹിസ്റ്റോറിക്കലാണ് എന്ന് കരുതി ആരും കാണാൻ മടിക്കേണ്ട. കഥയുടെ തുടക്കത്തിൽ 2-3 സ്ഥലങ്ങളിലായി നടക്കുന്ന ചില കാര്യങ്ങൾ കാണിക്കുകയാണ്. ഒരു ഭാഗത്ത് കുറെ ആളുകൾ കൂടിയിരുന്ന് ഒരു പാവകളി കാണുന്നു. അതേപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് ഒരു പെൺകുട്ടി തൻ്റെ പണിയായുധങ്ങളൊക്കെ എടുത്ത് എന്തിനോ തയ്യാറെടുക്കുകയാണ്. വേറൊരു ഭാഗത്താണെങ്കിൽ 4 ആണുങ്ങൾ ചേർന്ന് ഒരു പന്നിയെ പിടികൂടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവർ 4 പേരും കൂടി ശ്രമിച്ചിട്ടും അതിന് നടക്കുന്നില്ല. ഈ സമയത്താണ് ആ പെൺകുട്ടി പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് പറയുന്നത്. അവൾ ആ പന്നിയുടെ അടുത്തേക്ക് ചെന്ന് കുറച്ച് ഇലയൊക്കെ കാണിച്ച് അതിനെ അടുത്തേക്ക് വിളിച്ചിട്ട് അതിനെ പിടികൂടി പൊക്കിയെടുത്തുകൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട്. ആ 4 ആണുങ്ങൾ കുറേ നേരമായി ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യമാണ് ഇവൾ നിസ്സാരമായി നടത്തിയത്. മാത്രമല്ല ആ പന്നിക്ക് അത്യാവശ്യം നല്ല വെയിറ്റുള്ളതാണ്. എന്നിട്ട് അവളൊരു പൂവെടുക്കുന്നത് പോലെ നിസ്സാരമായിട്ടാണ് അതിനെ എടുത്ത് അകത്തേക്ക് കൊണ്ടുപോകുന്നത്. അകത്ത് നിന്ന് അവൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, ഇതിനെ അറക്കുകയാണ്. ഇവളിങ്ങനെ ഈ പന്നിയും എടുത്തുകൊണ്ട് അകത്തേക്ക് പോകുന്നതുകൊണ്ട് പുറത്ത് കൂടി നിൽപ്പുണ്ടായിരുന്ന കുറേ ആളുകളൊക്കെ അകത്തേക്ക് ശ്രദ്ധിക്കുന്നു. പന്നിയുടെ ബ്ലഡ് തെറിച്ച് വീഴുന്ന രംഗം കണ്ടപ്പോൾ ഇവരൊക്കെ ശരിക്കും ഒന്ന് ഞെട്ടുന്നുണ്ട്. അവൾ പക്ഷേ യാതൊരു ഭാവവും മാറ്റവും ഇല്ലാതെ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് കാര്യം കഴിഞ്ഞു, ഒരുപാട് ബ്ലഡ് ഉണ്ട്, അതുകൊണ്ട് വേറെ പാത്രം കൂടി കൊണ്ടുവരാൻ അവരോട് പറയുന്നുണ്ട്. ഈ ധീരയും ശക്തിയുമായ പെൺകുട്ടിയാണ് നമ്മുടെ കഥയിലെ ഹീറോയിൻ. അവളുടെ പേര് ഫാൻ ഷാങ്യു എന്നാണ്. അവളുടെ അച്ഛനും അമ്മയും അടുത്തിടെ കൊള്ളക്കാരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അവൾക്ക് സുഖമില്ലാത്ത ഒരു അനിയത്തി മാത്രമാണുള്ളത്. ജീവിക്കാൻ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൾ അവളുടെ അച്ഛൻ ചെയ്തിരുന്ന ജോലിയായ ഈ ഇറച്ചിവെട്ട് ഏറ്റെടുത്തിരിക്കുകയാണ്. അവൾ ഇന്ന് ആദ്യമായിട്ടാണ് അവളുടെ അച്ഛൻ ചെയ്യുന്ന ഈ ജോലി ഏറ്റെടുക്കുന്നത്. പക്ഷെ ഫസ്റ്റ് ടൈമായിട്ട് ചെയ്യുന്നതിൻ്റെ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെയാണ് അവൾ ഈ കാര്യം പൂർത്തിയാക്കിയത്. അവൾ ആ ഇറച്ചി വെട്ടി കഷ്ണങ്ങളാക്കി നുറുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ കൂടിയിരിപ്പുണ്ടായിരുന്ന ആളുകളൊക്കെ ഇവളുടെ കുടുംബത്തെപ്പറ്റി സംസാരിക്കാൻ തുടങ്ങുന്നുണ്ട്. അവളുടെ അച്ഛനമ്മമാർ കൊല്ലപ്പെട്ടതിനെക്കുറിച്ചും അവൾ ഈ ജോലി ഏറ്റെടുത്തതിനെക്കുറിച്ചും അവളുടെ അനിയത്തെക്കുറിച്ചുമൊക്കെയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ പരദൂഷണ കമ്മിറ്റിയുടെ ലീഡറായിട്ടുള്ളത് കുറച്ച് പ്രായമുള്ള കാങ് എന്ന ലേഡിയാണ്. ഷാങ്യുവിൻ്റെ ജാതകദോഷം കൊണ്ടാണ് അവളുടെ അച്ഛനും അമ്മയും ഇങ്ങനെ കൊല്ലപ്പെട്ടതെന്നും അവളുടെ അനിയത്തിക്ക് ഇത്ര ചെറുപ്പത്തിൽ തന്നെ സുഖമില്ലാതായതെന്നുമൊക്കെ ഈ കാങ് പറയുന്നുണ്ട്. അതൊന്നും പോരാഞ്ഞിട്ട് ഷാങ്യുവിൻ്റെ വിവാഹം മുമ്പ് അവിടെയുള്ള ഏതോ ഒരു പയ്യനുമായി ഉറപ്പിച്ചിരുന്നതാണ്. അയാളെ നല്ലൊരു നിലയിലെത്താൻ സഹായിച്ചതൊക്കെ ഈ ഷാങ്യുവിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ആയിരുന്നു. എന്നിട്ടും അവളുടെ ജാതകം അവർ കൊണ്ടുപോയി ചെക്ക് ചെയ്തപ്പോൾ അതിലെ ദോഷം അറിഞ്ഞ് അവർ ആ വിവാഹത്തിൽ നിന്ന് പിന്മാറുകയായിരുന്നു. ഇതൊക്കെ ഇവളുടെ കുഴപ്പം കൊണ്ടാണ് എന്നുള്ള രീതിയിൽ കാങ് അവിടെ ഉണ്ടായിരുന്നവരോടെല്ലാം ഓരോ കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഷാങ്യു അകത്ത് നിന്ന് ഇതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും പ്രതികരിക്കുന്നില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ ആ പന്നിയുടെ ബ്ലഡ് എല്ലാം കഴുകി കൊണ്ടുവന്ന വെള്ളം കൊണ്ടുവന്ന് അവിടെ കൂടിയിരിപ്പുണ്ടായിരുന്ന എല്ലാവരുടെയും കൂടി ദേഹത്തേക്ക് ഒഴിക്കുന്നു. കാങ് കലി കയറിയിട്ട് അവളെ എന്തൊക്കെയോ പറയുന്നുണ്ടെങ്കിലും അവളത് മൈൻഡ് ചെയ്യുക പോലും ചെയ്യാതെ അവിടെ നിന്ന് പോകുന്നു. പുറത്തിറങ്ങി അവൾ പേയ്മെൻറ്റിനായി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇവളെ ഈ കാര്യത്തിനായിട്ട് വിളിച്ച അവിടുത്തെ ലേഡി വന്ന് അവൾക്ക് പേയ്മെൻറ്റ് നൽകുന്നു. ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതിയെന്നും അവളോട് പറയുന്നുണ്ട്. പക്ഷേ അവളുടെ അച്ഛനും അമ്മയും മരിച്ചിട്ട് അധികം ദിവസം ആയിട്ടില്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ തന്നെ ഈ ജോലിക്ക് വിളിച്ചതിന് ഷാങ്യു നന്ദി പറയുന്നുണ്ട്. ഫുഡ് കഴിക്കുന്നില്ല എന്നും പറയുന്നു. അവർ പന്നിയുടെ കുറിച്ച് അപ്രധാനമായിട്ടുള്ള ഭാഗങ്ങൾ, അതായത് കുടലും തൊലിയും പോലെയുള്ള ഭാഗങ്ങളൊക്കെ ഷാങ്യുവിന് സമ്മാനമായി നൽകുകയും ചെയ്യുന്നുണ്ട്. വലിയ വലിയ ആൾക്കാരൊന്നും ആ ഐറ്റംസ് ഒന്നും ഉപയോഗിക്കാറില്ല. പക്ഷേ സാധാരണക്കാരായവർ അത് അമൃത് പോലെ കഴിക്കുകയും ചെയ്യും. ഷാങ്യുവിനെ സംബന്ധിച്ച് അത് വളരെ വിലയുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതൊന്നും വേണ്ട എന്നവൾ പറയുന്നുണ്ടെങ്കിലും അവളുടെ അച്ഛൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് നല്ല നല്ല ഐറ്റംസ് ഉണ്ടാക്കുമായിരുന്നു. അതേപോലെയുള്ള കഴിവ് അവൾക്കും ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇത് നൽകുന്നത്. വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൊള്ളാൻ അവർ പറയുന്നു. അങ്ങനെ ഷാങ്യു ആദ്യം വാങ്ങി അവിടെ നിന്ന് പോകുന്നുണ്ട്. അവിടെ അടുത്തെവിടെയോ യുദ്ധം നടക്കുന്നുണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ച് വേണം പോകാനെന്ന് ആ ലേഡി അവളോട് പറയുന്നുണ്ട്. അതൊക്കെ സംബന്ധിച്ചാണ് ഷാങ്യു പോകുന്നത്. ആ ലേഡി നൽകിയ നാണയങ്ങൾ എണ്ണിക്കൊണ്ടാണ് ഷാങ്യു മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെ പോകുന്ന കൂട്ടത്തിൽ അവൾ എന്തിലോ തട്ടി മറിഞ്ഞു വീഴുന്നുണ്ട്. തട്ടി വീണത് എന്തിലാണ് എന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് അതൊരു ഡെഡ് ബോഡിയാണ് എന്ന് അവൾക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ അറിയാതെ ചവിട്ടിപ്പോയതിന് അവൾ അവിടെ ഇരുന്നുകൊണ്ട് സോറി പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാൻ തുടങ്ങുന്നു. ഈ സമയത്ത് ആ ബോഡിയുടെ കയ്യാനങ്ങുന്നുണ്ട്. അങ്ങനെ അവൾ അതിൽ തട്ടി വീണ്ടും വീഴുന്നു. അയാൾക്ക് ജീവനുണ്ടെന്ന് അങ്ങനെ അവൾക്ക് മനസ്സിലാവുന്നു. എന്നിട്ടും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അയാളുടെ മുഖത്തെ മഞ്ഞൊന്ന് മാറ്റിയിട്ട് അവൾ മൂക്കിനടുത്തേക്ക് കൈ കൊണ്ടുപോയി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ചെറുതായിട്ടുള്ള ശ്വാസമുണ്ടെങ്കിലും വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാത്ത അവസ്ഥയിലാണ്. അതുകൊണ്ട് കണ്ടില്ലെന്ന് നടിച്ച് അവിടെ നിന്ന് പോകാമെന്ന് കരുതി അവൾ കുറച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരാളെ ഉപേക്ഷിച്ച് പോകാനുള്ള മനക്കെട്ടിയൊന്നും അവൾക്കുണ്ടായിരുന്നില്ല. അങ്ങനെ തിരികെ ഓടിച്ചെന്ന് അവൾ അയാളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഈ സമയത്താണ് അയാളുടെ കൈക്കുള്ളിൽ തൻ്റെ ഹെയർ പിൻ ഇരിക്കുന്നത് അവൾ കാണുന്നത്. കുറച്ചു മുമ്പ് അയാളുടെ കയ്യിൽ തട്ടി അവളൊന്ന് വീണിരുന്നല്ലോ. ആ സമയത്ത് അവളുടെ തലയിൽ നിന്ന് ഊരി അത് അയാളുടെ കയ്യിലേക്ക് വീണതായിരുന്നു. അയാളെന്താ പെറുവിറുക്കുന്നത് കേട്ട് അവൾ ചെവി ഓർക്കുന്നുണ്ട്. അമ്മ എന്നായിരുന്നു അയാൾ പറയുന്നത്. ഇതും കൂടി ആയപ്പോൾ തൻ്റെ അമ്മ ഇയാളെ രക്ഷിക്കണമെന്ന് തന്നോട് പറയുകയായിരിക്കും എന്ന് ഷാങ്യു വിശ്വസിക്കുന്നു. കാരണം ആ ഹെയർ പിൻ അവളുടെ അമ്മയുടെ ഓർമ്മയ്ക്കായി അവൾ സൂക്ഷിച്ചിരുന്നതാണ്. എന്തായാലും കൂടുതൽ ആലോചിക്കാൻ നിൽക്കാതെ അവൾ ആ മഞ്ഞൊക്കെ മാറ്റി അയാളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അവൾ അസാമാന്യം സ്ട്രോങ് ആണ് എന്ന് കുറച്ച് മുമ്പേ ഞാൻ പറഞ്ഞല്ലോ.
ഇപ്പോഴും ഇവനെ താങ്ങിയെടുത്തുകൊണ്ടാണ് ഇവളിങ്ങനെ പോകുന്നത്. ഇവർ പോകുന്നത് കുറച്ചപ്പുറത്ത് ഒരു പരുന്തിരുന്ന് വാച്ച് ചെയ്യുന്നതും കാണിക്കുന്നുണ്ട്. ഷാങ്യു അവനെ താങ്ങിയെടുത്ത് വീട്ടിലെത്തുമ്പോൾ അവളുടെ അനിയത്തി ഷാങ്ങിൻ അവളെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഷാങ്ങിനോട് ബാക്കി സാധനങ്ങളൊക്കെ അകത്തേക്ക് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഷാങ്യു അവനെയും കൊണ്ട് വീടിനകത്തേക്ക് കയറാൻ തുടങ്ങുന്നു. അവളുടെ വീടിന് തൊട്ടടുത്ത് തന്നെ ഒരു ആൻറ്റിയും അങ്കിളും താമസമുണ്ട്. ശബ്ദം കേട്ടുകൊണ്ട് ആൻറ്റി പുറത്തേക്ക് ഇറങ്ങി വരുന്നു. ഇവളിങ്ങനെ അവനെ താങ്ങി പിടിച്ചുകൊണ്ട് വന്നതുണ്ട്. അത് ആരാണെന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. വഴിയിൽ കണ്ടതാണ്, രക്ഷപ്പെടുത്തി കൊണ്ടുവരികയാണ് എന്നൊക്കെ ഷാങ്ങി പറഞ്ഞപ്പോൾ ഇങ്ങനെ പരിചയമില്ലാത്ത ആളുകളെ രക്ഷപ്പെടുത്തുന്ന അപകടമാണ്, ഇവർ മോശക്കാരാണെങ്കിൽ എന്ത് ചെയ്യും? നീ ഒരു പ്രായബുദ്ധിയായ പെൺകുട്ടിയല്ലേ, നീ ഇങ്ങനെ ഇവനെയും താങ്ങി പിടിച്ചുകൊണ്ട് വരുന്നത് വേറെ ആരെങ്കിലും കണ്ടോ? അറിഞ്ഞാൽ ആകെ നാണക്കേടാവും എന്നൊക്കെ പറഞ്ഞ് ആൻറ്റി അവളെ വഴക്ക് പറയുന്നു. പക്ഷേ തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ശരീരത്തിൽ കണ്ടതുപോലെയുള്ള മുറിവുകളാണ് ഇയാളുടെ ശരീരത്തിലുമുള്ളത്. മിക്കവാറും ഇയാളും കൊള്ളക്കാരുടെ ആക്രമണത്തിൽ പെട്ടതായിരിക്കും. അത് കണ്ടിട്ട് എനിക്കങ്ങനെ ഉപേക്ഷിച്ച് വരാൻ തോന്നിയില്ല എന്ന് ഷാങ്യു പറയുന്നു. അങ്ങനെയാണെങ്കിൽ അവനെ അവളുടെ വീട്ടിലേക്ക് കിടത്തണ്ട, തങ്ങളുടെ വീടിനുള്ളിലേക്ക് കിടത്തിക്കൊള്ളാൻ ആൻറ്റി പറയുന്നു. പക്ഷെ ഇവൻ അവിടെ വെച്ച് മരിച്ചു പോയാൽ അത് അവർക്ക് കുഴപ്പമാവില്ലേ? അതുകൊണ്ട് ഷാങ്യു ആദ്യം മടിക്കുന്നുണ്ടെങ്കിലും ആൻറ്റി നിർബന്ധിച്ച് അവനെ അവരുടെ വീട്ടിലാണ് കിടത്തിയത്. അവരുടെ ഹസ്ബൻഡ് ഒരു ഡോക്ടറാണ്. ഇപ്പോൾ അദ്ദേഹം പുറത്ത് എവിടെയോ പോയിരിക്കുകയാണ്. താൻ പോയി അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വരാം, അതുവരെ ഇവർ രണ്ടുപേരും അവിടെ കാവലിരിക്കാൻ ആൻറ്റി അവരെ പറഞ്ഞ് ഏൽപ്പിക്കുന്നു. ഷാങ്ങിങ്ങിനോട് അവിടെ നിന്ന് മാറരുതെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. കാരണം ഒരാണും പെണ്ണും തനിച്ച് ഒരുമിച്ചിരിക്കുന്നത് ആ സമയത്തൊന്നും അത്ര സ്വീകാര്യമായ കാര്യമല്ല. അതുകൊണ്ടാണ് ഷാങ്ങിങ്ങിനോട് പ്രത്യേകം അവിടെ തന്നെ ഇരിക്കണമെന്ന് പറയുന്നത്. അങ്ങനെ ആൻറ്റി പോയ ശേഷം ഷാങ്ങിങ്ങും കൂടി അയാൾക്ക് കാവലിരിക്കുന്നു. കുറേ കഴിഞ്ഞപ്പോഴാണ് അയാളുടെ കയ്യിൽ നിന്നൊക്കെ ബ്ലഡ് ഒഴുകി വീഴുന്നത് ഷാങ്ങു ശ്രദ്ധിക്കുന്നത്. അങ്ങനെ അവൾ ചെക്ക് ചെയ്തപ്പോൾ അയാളുടെ വയറ്റത്ത് വലിയൊരു മുറിവുണ്ടെന്ന് അവൾ കാണുന്നു. ഇനി ഇങ്ങനെ നോക്കിയിരുന്നാൽ അങ്കിൾ വരുന്നതിന് മുമ്പ് തന്നെ അവൻ മരിക്കാൻ സാധ്യതയുണ്ട് എന്ന് അവൾക്ക് തോന്നുന്നു. മുമ്പ് അങ്കിളിനൊപ്പം അവൾ ചിലരൊക്കെ ട്രീറ്റ് ചെയ്യാനായി പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് മുമ്പ് മുറിവുണ്ടായിരുന്ന ഒരാൾക്ക് നൽകിയ മരുന്ന് അവൾ എടുക്കുന്നു. പക്ഷെ അന്ന് ചെറിയ മുറിവായിരുന്നപ്പോൾ കൊടുത്ത ഡോസിൻ്റെ ഇരട്ടി അവൾ ഇപ്പോൾ ഇവനെടുക്കുന്നുണ്ട്. കാരണം ഇവൻ്റെ മുറിവ് വളരെ വലുതാണല്ലോ. അങ്ങനെ അത് കലക്കി അവൾ അവനെ 2 സ്പൂൺ കോരി കൊടുക്കുന്നു. ഈ സമയത്താണ് അങ്കിൾ സാഹോ അവിടെ എത്തുന്നത്. ഇവളത് കൊടുക്കുന്നതുകൊണ്ട് അദ്ദേഹം പെട്ടെന്ന് അവളെ തടയുന്നുണ്ട്. മുറിവിൽ നിന്നുള്ള ബ്ലീഡിങ് നിൽക്കാനുള്ള മരുന്നാണ് കൊടുക്കുന്നതെന്ന് ഷാവോ പറഞ്ഞപ്പോൾ അവൾ കൊടുത്തതിൻ്റെ അളവ് എത്രയാണെന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അളവ് കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ബോധക്കേട് വരുന്നു. മുമ്പ് അവൾ അദ്ദേഹത്തിനൊപ്പം ട്രീറ്റ് ചെയ്യാൻ പോയത് ഒരു കഴുതയായിരുന്നു. അതിന് കൊടുത്തതിൻ്റെ ഇരട്ടി ഡോസാണല്ലോ ഇപ്പോൾ അവൾ കൊടുത്തിരിക്കുന്നത്. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കഴുതയ്ക്ക് പോലും ആ മരുന്ന് താങ്ങാൻ പറ്റില്ല. മനുഷ്യൻ മിക്കവാറും അവളുടെ മരുന്ന് കാരണം മരിച്ചു പോവുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നു. എന്നിട്ട് അവളെയും ഷാങ്ങുവിനെയും പുറത്തേക്കാക്കിയിട്ട് അദ്ദേഹം അവനെ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ഇടയ്ക്ക് വെള്ളമെടുക്കാനോ എന്തായി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അദ്ദേഹം ഭാര്യയോടായിട്ട്, ഈ ഷാങ്ങുവിന് ഇത് എന്തിൻ്റെ കേടാണ്? അവളും ആ കുട്ടിയും തന്നെ പട്ടിണിയിലാണ്. എന്നിട്ട് ഇനി ഒരാളെ കൂടി നോക്കാനുള്ള സാമ്പത്തിക ശേഷി അവൾക്കുണ്ടാകുമോ? വല്ല കാര്യവും ഉണ്ടായിരുന്നോ വഴിയിൽ കിടന്ന് ഇയാളെ വലിച്ചേറ്റി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്? ഇവളിത് എന്തുദ്ദേശിച്ചാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവൻ്റെ മുഖം വളരെ സുന്ദരമാണ്. ആ സൗന്ദര്യം കണ്ടിട്ട് തന്നെ ആയിരിക്കും അവൾ അവനെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വന്നതെന്നാണ് ആൻറ്റി പറയുന്നത്. സൗന്ദര്യമുള്ള മുഖം ഉണ്ടായിട്ട് എന്ത് കാര്യം? സൗന്ദര്യം കൊണ്ടേ വിശപ്പ് മാറില്ല എന്ന് പറഞ്ഞ് അങ്കിൾ പുറത്തേക്ക് പോകുന്നു. അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ ഷാങ്ങിങ്ങും അവൻ്റെ മുറിയിലേക്ക് വരുന്നു. അവൻ്റെ സുന്ദരമായ മുഖം കണ്ടിട്ടാണ് അവൾ അവനെ താങ്ങിയെടുത്തുകൊണ്ട് വന്നതെന്ന് ഷാങ്ങുവിനോട് ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടൊന്നുമല്ല, ഞാൻ അയാളെ രക്ഷിക്കാനാണ് ശ്രമിച്ചതെന്ന് അവൾ പറയുന്നു. അതിനുശേഷം അവൻ്റെ മുഖത്തുണ്ടായിരുന്ന അഴുക്കും ബ്ലഡും ഒക്കെ അവൾ തുടയ്ക്കുന്നുണ്ട്. ഈ സമയത്താണ് ഇവൻ ഇത്രയ്ക്ക് സുന്ദരനാണ് എന്നുള്ള കാര്യം അവളും ശ്രദ്ധിക്കുന്നത്. ഷാങ്ങു മുമ്പ് അവനെ കണ്ടെത്തിയ സ്ഥലത്ത് ഈ സമയം കുറേ ആളുകൾ അന്വേഷിച്ച് വരുന്നുണ്ട്. അവിടെ അവർ അവൻ്റെ ഡ്രസ്സിൻ്റെ ഭാഗങ്ങളൊക്കെ കണ്ടെത്തുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് അവർക്ക് ട്രേസ് ഒന്നും കിട്ടുന്നില്ല. കാരണം മഞ്ഞ് വീണ് അവിടെ ഉണ്ടായിരുന്ന ആ അടയാളങ്ങളൊക്കെ നശിച്ചു കിടക്കുകയാണല്ലോ. ഇനി തിരികെ തലസ്ഥാന നഗരിയിൽ ചെന്ന് റിപ്പോർട്ട് ചെയ്ത ശേഷം അവിടുന്ന് പറയുന്ന അനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാം എന്ന് പറഞ്ഞ് അവർ തൽക്കാലം തിരികെ പോകുന്നുണ്ട്. ഷാങ്ങു അടുത്ത ദിവസം അവനെ ട്രീറ്റ് ചെയ്യുന്നതിന് എന്തൊക്കെ മരുന്നുകൾ വാങ്ങിക്കൊണ്ട് തിരികെ വരുന്ന സമയത്ത് അവരുടെ വീടിൻ്റെ അടുത്തായി തന്നെ താമസിക്കുന്ന ഒരു ലേഡി അവളെ പിടിച്ചു നിർത്തുന്നുണ്ട്. അത് മറ്റാരുമല്ല, അവൾക്ക് കിട്ടാതെ പോയ അവളുടെ അമ്മായിയമ്മയാണ്. അവരുടെ മകനുമായിട്ടായിരുന്നു മുമ്പ് ഷാങ്ങുവിൻ്റെ വിവാഹം ഉറപ്പിച്ചിരുന്നത്. പക്ഷെ അവളുടെ ജാതകം കൊള്ളില്ല, അവളെ വിവാഹം കഴിച്ചാൽ തൻ്റെ മകന് ദോഷം വരും എന്ന് പറഞ്ഞ് അവർ മകനെ കൊണ്ട് വിവാഹത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ ഷാങ്ങുവിനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് മുമ്പ് ഇവളുടെ പേരൻസുമായിട്ട് ഇവർ ഒരു വിവാഹ കരാർ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. അത് തിരികെ വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ്. അത് അവളുടെ കയ്യിലിരുന്നാൽ ഭാവിയിൽ തൻ്റെ മകന് എന്തെങ്കിലും ദോഷമുണ്ടാകുമോ എന്നുള്ള പേര് കാരണമാണ് അവരത് തിരികെ വാങ്ങാൻ തുടങ്ങുന്നത്. തിരികെ തരുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ അവൻ്റെ ജീവിത ചെലവിനും പഠന ചെലവിനുമൊക്കെ ആയിട്ട് എൻ്റെ കുടുംബം ഒരുപാട് കാശ് ചിലവാക്കിയിട്ടുണ്ട്. അതൊക്കെ തിരികെ തന്നാൽ ആ വെഡ്ഡിംഗ് ലെറ്റർ തിരികെ നൽകാമെന്ന് ഷാങ്ങു പറയുന്നു. കയ്യിൽ നിന്ന് കാശ് പോകുന്ന കളിക്ക് അവർ തയ്യാറല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ചെലവിൻ്റെ കാര്യമൊക്കെ നീ എന്തിനാണ് ചോദിക്കുന്നത്? അതൊക്കെ അവന് വേണ്ടിയിട്ട് ചിലവാക്കിയത് നിൻ്റെ പേരൻസ് അല്ലേ, നീ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട എന്നാണ് അവർ പറയുന്നത്. ഷാങ്ങു അതേ നാണയത്തിൽ തന്നെ മറുപടി നൽകുന്നുണ്ട്. നിങ്ങൾ ലെറ്റർ ഒപ്പിട്ടത് എൻ്റെ അച്ഛനുമായിട്ടല്ലേ? അണ്ടർവേൾഡിലേക്ക് പോയി എൻ്റെ അച്ഛനെ കണ്ടുപിടിച്ച് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് അത് തിരികെ വാങ്ങിക്കോളാൻ പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു.
അവർ ദേഷ്യത്തിൽ അവളെ കുറെ തെറി വിളിക്കാൻ തുടങ്ങുന്നുണ്ട്. ഈ സമയത്ത് അവരുടെ മകൻ ഞാൻ പുറത്തേക്ക് ഇറങ്ങി വന്ന് അമ്മയെ തടഞ്ഞിട്ട് ഞാൻ അവളോട് സംസാരിക്കാമെന്ന് പറയുന്നു. അവൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഷാങ്ങിയോ അറിയാതെ നിന്ന് പോകുന്നുണ്ട്. ഈ വിവാഹം മുടങ്ങിയതിൽ അവൾക്ക് നല്ല വിഷമമുണ്ട്. തിരിഞ്ഞു നോക്കുന്നില്ലെങ്കിലും അവൾ അവിടെ തന്നെ നിൽക്കുകയാണ്. അമ്മ ഞാനെ അവളുമായി സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല. അവൾ നിന്റെ പദവിയും പണവും ഒക്കെ കണ്ട് നിന്നെ തട്ടിയെടുക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് നീയുമായി അവളെ സംസാരിക്കാൻ ഞാൻ അനുവദിക്കില്ല എന്നൊക്കെ അമ്മ വിളിച്ച് പറയുന്നുണ്ടെങ്കിലും ഞാൻ അവരെ സമാധാനിപ്പിച്ച് അകത്ത് കൊണ്ടുപോയി വാതിലടച്ചിട്ട് ഷാങ്ങിയുടെ അടുത്തേക്ക് വരുന്നു. നിന്റെ കുടുംബത്തിൻ്റെ സഹായം കൊണ്ടാണ് ഞാൻ ഈ നിലയിലെത്തിയെന്നുള്ളത് സത്യമാണ്. പക്ഷേ എൻ്റെ അമ്മയെ ധിക്കരിച്ച് നിന്നെ വിവാഹം കഴിക്കാൻ എനിക്ക് സാധിക്കുകയില്ല. നിന്റെ വീട്ടുകാർ ചെയ്ത നല്ല കാര്യങ്ങളൊന്നും ഞാൻ മറന്നിട്ടുമില്ല. അതുകൊണ്ട് നമുക്ക് നല്ല സഹോദരന്മാരെ ഇരിക്കാമെന്ന് അവൻ പറയുന്നു. പക്ഷേ ഷാനുവിന് അങ്ങനെ ഒരു ബ്രദറിൻ്റെ ആവശ്യമില്ലായിരുന്നു. രക്തബന്ധത്തിലുള്ള ബ്രദേഴ്സ് ആണെങ്കിൽ പോലും അവരുടെ ഇടയിലെ കണക്കുകൾ വളരെ കൃത്യമായിരിക്കും. അതുകൊണ്ട് കാശിൻ്റെ കാര്യത്തിൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറല്ല. നീ ഞങ്ങൾക്ക് തരാനുള്ള പണം തിരികെ തരണം. നിന്റെ വെഡ്ഡിംഗ് ലെറ്റർ ആ സമയത്ത് തിരികെ തരും എന്ന് പറഞ്ഞിട്ട് ഷാനു അവിടെ നിന്ന് പോകുന്നുണ്ട്. ആണുങ്ങൾക്ക് വേണ്ടി കാശ് ചിലവാക്കുന്നത് വെറുതെയാണ്. ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു അബദ്ധം പറ്റരുത് എന്നൊക്കെ പിറുവിടുത്തുകൊണ്ടാണ് അവൾ വീട്ടിലേക്ക് ചെന്ന് കയറിയത്. ആൻറ്റി ഈ നടക്കുന്ന വഴക്കും ഈ വിളി പറയുന്നതും ഒക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ അകത്ത് കിടക്കുന്നവനെ രക്ഷിക്കാനുള്ള മരുന്ന് വാങ്ങിക്കൊണ്ടാണല്ലോ അവൾ ഈ വരുന്നത്. അപ്പോൾ ഈ ചിലവാക്കുന്ന പണവും വെറുതെ ആണോ എന്ന് ആൻറ്റി ചോദിക്കുന്നുണ്ട്. ഷാനു അതിന് എന്ത് മറുപടി പറയണമെന്ന് അറിയാൻ ചമ്മി നിൽക്കുമ്പോഴാണ് അങ്കിൾ സാവ് അങ്ങോട്ടേക്ക് വന്നിട്ട് അകത്ത് കിടക്കുന്ന ആളിന് ബോധം വീണിട്ടുണ്ട് ഒന്ന് പോയി നോക്കാൻ പറയുന്നത്. ഷാനുവിന് ശരിക്കും സന്തോഷമാവുന്നു. അവൾ അങ്കിളിനെ ഒന്ന് പുകഴ്ത്തിയിട്ട് വേഗം അയാളുടെ അടുത്തേക്ക് ഓടുന്നുണ്ട്. അവൻ ഈ സമയത്ത് ഉണർന്നു കിടക്കുകയാണ്. ഇവനെ മുമ്പ് പരിചയപ്പെടുത്തിയിരുന്നില്ല. ഇവനാണ് ഈ കഥയിലെ ഹീറോ. അവൻ്റെ ഐഡൻറ്റിറ്റി തൽക്കാലം രഹസ്യമാണ്. ഷാനു അകത്തേക്ക് എന്നപ്പോൾ അവൻ പറ്റാവുന്നത്ര നിവർന്നിരിക്കുന്നു. അവൾ അവൻ്റെ മുന്നിലുണ്ടായിരുന്ന ഒരു കസേരയിൽ ഇരിക്കുന്നുണ്ട്. പക്ഷെ അവൻ നേരെ നോക്കിയപ്പോഴാണ് അവൾക്ക് ചെറിയ ചമ്മൽ ഫീൽ ചെയ്യുന്നത്. ആണുങ്ങളൊക്കെ ഇരിക്കുന്ന മാതിരിയായിരുന്നു അവൾ ഇപ്പോൾ ഇരുന്നത്. അവൻ്റെ നോട്ടം കണ്ടപ്പോൾ അവൾ മര്യാദക്കാരിയായി ഇരിക്കുന്നുണ്ട്. മഞ്ഞൾ ബോധമില്ലാതെ കിടന്ന് അവനെ കണ്ടെത്തിയതും ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന അങ്കിളാണ് അവനെ രക്ഷപ്പെടുത്തിയതെന്നുമൊക്കെ അവൾ പറയുന്നു. അവൻ്റെ ഡ്രസ്സൊക്കെ മാറ്റിയതും അങ്കിളാണ് എന്നാണ് അവൾ പറയുന്നത്. ഇത് അങ്കിളിൻ്റെ വീടാണ്. അദ്ദേഹം ഒരു ഡോക്ടറാണ്. മൃഗങ്ങളെയൊക്കെയാണ് പ്രധാനമായിട്ട് നോക്കുന്നത് എന്ന് അവൾ പറയുന്നത് കേട്ടപ്പോൾ അവൻ ഒന്ന് ഞെട്ടുന്നുണ്ട്. പേടിക്കേണ്ട കാര്യമില്ല, മനുഷ്യരെയും നോക്കാറുണ്ട് എന്ന് അവൾ അവനെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നു. അവൻ തന്നെ രക്ഷിച്ചതിന് നന്ദി പറഞ്ഞിട്ട് ഞാൻ കിടന്നിരുന്ന സ്ഥലത്ത് മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് അവൾ അങ്ങനെ ഒരു പോസിബിലിറ്റിയെ പറ്റി ചിന്തിക്കുന്നത് തന്നെ. പക്ഷെ അവൾ ആരെയും കണ്ടിരുന്നില്ലല്ലോ. വേറെ ആരെങ്കിലും മിസ്സിങ് ആയിട്ടുണ്ടോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അവൻ ശരിക്കും ഒരു സോൾജിയറാണ്. അവൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അവൻ്റെ സൈനികരുമാണ്. പക്ഷേ അവൻ അതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല. യുദ്ധത്തിലാണ് അവനിങ്ങനെ കാര്യമായി പരിക്ക് പറ്റിയത്. അതിനെക്കുറിച്ചുള്ള ഓർമ്മകൾ തന്നെ അവൻ ചെറിയ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. അവൻ ചെറുതായി ചുമയ്ക്കുന്നതിനാൽ ഷാവ് കുറച്ച് വെള്ളമെടുത്ത് അവന് കുടിക്കാനായി നൽകുന്നു. ഇതേതാണ് സ്ഥലമെന്ന് ഈ സമയത്ത് അവൻ ചോദിക്കുന്നു. അവൾ സ്ഥലമൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിന്നെ കണ്ടിട്ട് എവിടെയെങ്കിലും ഉള്ളതായിട്ട് തോന്നുന്നില്ലല്ലോ, നിന്റെ സ്ഥലം എവിടെയാണ് എന്നും അവൾ അന്വേഷിക്കുന്നു. അവൻ കുറച്ച് ദൂരെയുള്ള മറ്റൊരു സ്ഥലം പറയുന്നു. തൻ്റെ പേര് യാൻഷൻ എന്നാണെന്ന് പറയുന്നുണ്ട്. അവിടെ നിന്ന് ഒരു അഭയാർത്ഥിയായി രക്ഷപ്പെട്ടു വരുന്ന സമയത്ത് കൊള്ളക്കാർ തന്നെ ആക്രമിച്ചു എന്നാണ് അവൻ അവളോട് പറയുന്നത്. അവന് മറ്റ് കുടുംബാംഗങ്ങളോ മറ്റോ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും മരിച്ചുപോയി എന്നും അവൻ പറയുന്നുണ്ട്. അങ്ങനെ പറയാൻ കാരണം ആ യുദ്ധം കഴിഞ്ഞപ്പോൾ ആകെ സർവൈവ് ആയത് അവൻ മാത്രമായിരുന്നു. ഷാങ്ങുവിന് കുറച്ച് സഹതാപമൊക്കെ തോന്നുന്നുണ്ട്. ഈ സമയത്താണ് അവൻ കുറച്ച് വെള്ളം കുടിക്കുന്നതും ഒന്നുകൂടി ചുമയ്ക്കാൻ തുടങ്ങുന്നതും. അവനെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി അവൾ അവൻ്റെ പുറത്ത് ചെറുതായൊന്ന് തട്ടിക്കൊടുക്കുന്നു. പക്ഷേ അവളുടെ അടിയുടെ ശക്തി അത്യാവശ്യം നല്ല രീതിയിലുണ്ടായിരുന്നതിനാൽ അവൻ ആ സമയത്ത് ബ്ലഡ് വൊമിറ്റ് ചെയ്യുന്നുണ്ട്. അവൾ വേഗം അങ്കിളിനെ വിളിക്കുന്നു. അപ്പോഴേക്കും അവൻ്റെ ബോധം പോകുന്നുണ്ട്. അവൻ മരിക്കുമെന്ന് തന്നെ ഷാങ്ങു കരുതുന്നു. ഇവിടെ വെച്ച് അവൻ മരിച്ചാൽ അവൻ്റെ ബോഡി അടക്കം ചെയ്യേണ്ടത് അവളുടെ ഡ്യൂട്ടിയാണല്ലോ. അതിന് ഒരു ശവപ്പെട്ടി വാങ്ങണമെങ്കിൽ അത്യാവശ്യം നല്ല കാശ് വേണ്ടി വരും. അവളുടെ കയ്യിലാണെങ്കിൽ അതിനുള്ള കാശില്ല. അതുകൊണ്ട് ശവപ്പെട്ടി അല്ലാതെ അവിടെ എവിടെയെങ്കിലും അവനെ കുഴിച്ചിട്ടാലോ എന്നുള്ള ആലോചനയിലാണ് അവൾ. ഷാങ്ങിങ്ങിനോടാണ് ഇതിനെപ്പറ്റിയൊക്കെ അവൾ പറയുന്നത്. ഒരു ശവപ്പെട്ടി വാങ്ങുന്നതല്ലേ നല്ലതെന്ന് ഷാങ്ങിങ് ചോദിക്കുന്നുണ്ട്. എന്തായാലും ഒന്ന് ടോസിട്ട് നോക്കാമെന്ന് കരുതി അവൾ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ട്രോ എടുത്തിട്ട് അവരുടേതായ രീതിയിൽ രണ്ടുപേരും കൂടി 3 തവണ നറുക്കെടുപ്പ് പോലെ നടത്തുന്നുണ്ട്. ഈ 3 തവണയും ശവപ്പെട്ടി വാങ്ങണം എന്നുള്ള രീതിയിൽ തന്നെയാണ് അവൾക്ക് മറുപടി കിട്ടുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ തീരുമാനം അതാണ് എന്ന് ഷാങ്ങിങ് പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ തീരുമാനം ഒരു കുഴി കുഴിച്ച് അവനെ അടക്കാം എന്നാണ് എന്ന് അവൾ പറയുന്നുണ്ട്. അവൾ ഈ സമയത്തൊക്കെ അവന് വേണ്ടിയിട്ട് ഒരു മെമ്മോറിയൽ ഫലകം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ യാൻഷെങ് എന്ന പേരും അവൾ കൊത്തിവെക്കുന്നുണ്ട്. അങ്കിൾ യാൻഷെങ്ങിനെ ട്രീറ്റ് ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ അവൾ അതുമായി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എന്നിട്ട് അങ്കിളിനെ അവനെ രക്ഷിക്കാൻ പറ്റാത്തതിൽ വിഷമിക്കേണ്ട, ഞാൻ അവന് വേണ്ടി ഒരു ഫലകമൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്, നമുക്ക് ഇവിടെ എവിടെയെങ്കിലും തന്നെ അവനെ അടക്കം ചെയ്യാം എന്നൊക്കെ പറയുന്നു. അങ്കിൾ അതുകൊണ്ട് ശരിക്കും ഞെട്ടിപ്പോകുന്നു. അവന് ഒരു കുഴപ്പമില്ല. നീ നേരത്തെ അവൻ്റെ പുറത്ത് തട്ടിയപ്പോൾ അവൻ്റെ ഉള്ളിൽ നിന്ന് കുറേ ബ്ലഡൊക്കെ അകത്ത് പോയിരുന്നല്ലോ. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം അവൾ കുറേ അധികം മരുന്ന് അവന് കൊടുത്തിരുന്നല്ലോ. അതെല്ലാം പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് അവനെ ഗുണം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവൻ രക്ഷപ്പെട്ടിരിക്കുന്നു, അപകടനില തരണം ചെയ്തിരിക്കുന്നു. പക്ഷേ ഇനി അവനെ അങ്ങോട്ട് ട്രീറ്റ് ചെയ്യുന്നതിന് ഒരുപാട് പണം ആവശ്യമാണ്.
ഒരു ശവപ്പെട്ടി വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ കാശ് എന്തായാലും മരുന്നിന് വേണ്ടി വരും. അതൊക്കെ നിന്നെ കൊണ്ട് താങ്ങുമോ എന്ന് അങ്കിൾ ചോദിക്കുന്നുണ്ട്. ആൻറ്റി ഷാങ്ങിങ്ങിനെ മറ്റൊരു ഭാഗത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് ഷാങ്ങിയുമായി സംസാരിക്കുന്നുണ്ട്. ഷാങ്ങിങ്ങിൻ്റെ മരുന്ന് വാങ്ങിക്കാൻ തന്നെ നിനക്ക് നല്ലൊരു തുക ചിലവാകുന്നുണ്ട്. അത് തന്നെ നിനക്ക് താങ്ങാത്ത അവസ്ഥയിലാണ്. പിന്നെ ഇയാളുടെ ട്രീറ്റ്മെൻറ്റ് കൂടി നിന്നെ കൊണ്ട് പറ്റുമോ എന്ന് ആൻറ്റി അവളോട് ചോദിക്കുന്നു. അയാൾക്ക് ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ സാധിച്ചോ എന്നും ചോദിക്കുന്നുണ്ട്. അവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഷാങ്ങു അവരോട് പറയുന്നു. അവൻ്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യിച്ചത് അവൾ തന്നെ ആയിരുന്നു. ആ സമയത്ത് അവൻ്റെ കൈവശം പണമൊന്നും ഉണ്ടായിരുന്നതായി അവൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മിക്കവാറും വന്ന വഴിക്ക് കൊള്ളക്കാർ അവൻ്റെ കയ്യിലുള്ള എല്ലാം തട്ടിയെടുത്ത് കാണണം. അവന് സ്വന്തക്കാരും ആരുമില്ലെന്നാണ് പറഞ്ഞത് എന്നൊക്കെ അവൾ പറയുന്നു. എങ്കിൽ പിന്നെ അവനെ ഗവൺമെൻറ് ഓഫീസിലെങ്ങാനും കൊണ്ട് ഏൽപ്പിച്ചിട്ട് അവരോട് എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാലോ എന്ന് അങ്കിൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഷാങ്ങു അത് സമ്മതിക്കുന്നില്ല. ആദ്യം അവൻ്റെ അസുഖമൊക്കെ ഭേദമാവട്ടെ, അതിനുവേണ്ട പണം ഞാൻ എങ്ങനെയെങ്കിലും കണ്ടെത്തിക്കൊള്ളാമെന്ന് അവൾ പറയുന്നു. യാൻഷൻ കണ്ണടച്ച് കിടക്കുകയായിരുന്നെങ്കിലും ഉണർന്നു തന്നെ കിടക്കുകയായിരുന്നു. അവൻ ഇവർ ഈ സംസാരിക്കുന്നതെല്ലാം കേൾക്കുന്നുമുണ്ടായിരുന്നു. അന്ന് രാത്രി ഷാങ്ങു അവളുടെ ഒരു സമ്പാദ്യപ്പെട്ടി എടുത്ത് അതിൽ വല്ല കാശുമുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. പക്ഷേ അതിൽ കുറച്ച് നാണയങ്ങൾ മാത്രമാണ് മിച്ചമുണ്ടായിരുന്നത്. അതുകൊണ്ട് അവൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല. അതുകൊണ്ട് അവളുടെ അമ്മ അവൾക്കായി ബാക്കി വെച്ചിട്ട് പോയ ആ ഹെയർ പിൻ തൽക്കാലത്തേക്കൊന്ന് പണയപ്പെടുത്താമെന്ന് അവൾ വിചാരിക്കുന്നുണ്ട്. യാൻഷിങ്ങിനെ തൻ്റെ മുന്നിൽ എത്തിച്ചത് അമ്മയാണ് എന്നാണ് അവൾ വിശ്വസിക്കുന്നത്. അവനെ രക്ഷപ്പെടുത്തണമെന്ന് അമ്മ ആഗ്രഹിച്ചിട്ടായിരിക്കുമല്ലോ അതിനുവേണ്ടി ഒരു വഴി ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അവസാനം കാണാമെന്ന് തന്നെയാണ് എൻ്റെ തീരുമാനം. അമ്മയുടെ അഭിപ്രായം എന്താണെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് അമ്മയുടെ അനുഗ്രഹം പോലെ അവിടെ മഞ്ഞ് പെയ്യുന്നുണ്ട്. അമ്മ തനിക്ക് നൽകുന്ന മറുപടിയാണതെന്ന് അവൾ വിശ്വസിക്കുന്നു. അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ അവൾ ആ ഹെയർ പിൻ പണയം വയ്ക്കാനായി പോകുന്നു. അത് സിൽവർ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു തുക കിട്ടുമെന്നായിരുന്നു അവളുടെ പ്രതീക്ഷ. പക്ഷേ അവിടുത്തെ ആൾ അവളെ കബളിപ്പിക്കാൻ നോക്കുന്നു. വളരെ കുറച്ചാണ് അയാൾ ഒരു റേറ്റ് പറഞ്ഞത്. ഷാങ്യു അതിന് സമ്മതിക്കുമെന്നായിരുന്നു അയാൾ വിചാരിച്ചത്. പക്ഷേ അവൾ അതിന് തയ്യാറാവാതെ വെച്ചില്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞ് ഹെയർ പിന്നുമായി തിരികെ പോകാൻ തുടങ്ങിയപ്പോൾ അയാൾ അവളെ തിരികെ വിളിച്ചിട്ട് കുറച്ചുകൂടി കൂടുതൽ നൽകാമെന്ന് സമ്മതിക്കുന്നു. ഷാങ്യു വലിയ തുകയൊന്നുമല്ല ചോദിച്ചത്. അവൾ പറഞ്ഞ പണം എന്തായാലും അയാൾ നൽകുന്നുണ്ട്. അങ്ങനെ മനസ്സോടെ തൻ്റെ ഹെയർ പിൻ അവിടെ വെച്ചിട്ട് അവൾ ആ കാശുമായി പോകുന്നു. 2 പന്നികളെ വാങ്ങിയാണ് അവൾ അത് ഉപയോഗിച്ച് ചെയ്തത്. അവളുടെ അച്ഛൻ ഇറച്ചി വെട്ടുകാരനായിരുന്നു എന്ന് മുമ്പ് പറഞ്ഞല്ലോ. അതേ ജോലി തന്നെ അവളും ഏറ്റെടുക്കാൻ പോവുകയാണ്. അച്ഛനൊരു ഷോപ്പ് മുമ്പ് നടത്തുന്നുണ്ടായിരുന്നു. അത് തുറന്ന് പ്രവർത്തിക്കാനാണ് അവൾ ഉദ്ദേശിക്കുന്നത്. വഴിയിൽ അവളിങ്ങനെ പന്നികളുമായി പോകുന്നതുകൊണ്ട് പലരും അവളോട് ഇതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്. എല്ലാവരോടും താൻ ഷോപ്പ് റീഓപ്പൺ ചെയ്യാൻ പോവുകയാണെന്നുള്ള വിവരം പറഞ്ഞിട്ടാണ് അവൾ മുന്നോട്ട് പോകുന്നത്. വഴിയിലുള്ള നല്ലൊരു റെസ്റ്റോറൻറ്റിലെ ഷെഫും ഇവളിങ്ങനെ പോകുന്നത് കാണാനിടയാവുന്നു. അവളുടെ അച്ഛൻ്റെ കയ്യിൽ നിന്നായിരുന്നു അദ്ദേഹം സ്ഥിരമായി പന്നിയിറച്ചി വാങ്ങാറുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ കഴിവ് ഇവൾക്കും കിട്ടിയിട്ടുണ്ട് എന്ന് ഈ ഷെഫിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ തിരഞ്ഞെടുത്തത് നല്ല വഴിയാണ്. തങ്ങൾ അവളുടെ ഷോപ്പിൽ നിന്ന് ഉറപ്പായിട്ടും ഇത് വാങ്ങിക്കോളാം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ അവൾ സന്തോഷത്തോടെയാണ് പന്നികളുമായി വീടിനടുത്തെത്തിയത്. ഈ സമയത്താണ് വീടിൻ്റെ മുകളിലെ നിലയിലെ മുറിയിലിരുന്ന് യാൻഷെങ് പുറത്തേക്ക് ജനാലക്കിലൂടെ വാച്ച് ചെയ്യുന്നത് അവൾ കാണുന്നത്. താൻ ഒരു കശാപ്പുകാരിയാണ് എന്ന് അവൻ അറിയുന്നത് അവൾക്ക് നാണക്കേടാണ്. അതുകൊണ്ട് പെട്ടെന്ന് അവൾ മാനിയായിട്ട് നിന്നിട്ട് അതിനെ വളർത്താൻ കൊണ്ടുപോവുകയാണ് എന്നുള്ള രീതിയിൽ കുറച്ച് സ്നേഹമൊക്കെ കാണിക്കുന്നുണ്ട്. അവളുടെ ചമ്മൽ മനസ്സിലായപ്പോൾ അവൻ ജനൽ അടയ്ക്കുന്നു. അവൾ പന്നികളെ അകത്തെടുത്തുകൊണ്ട് കെട്ടിയിട്ടിട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഈ സമയത്താണ് പുറത്ത് ഈ ഫാൽക്കൻ്റെ ശബ്ദം യാൻഷെങ് കേൾക്കുന്നത്. നേരത്തെ ഞാൻ പരുന്തെന്ന് പറഞ്ഞത് ശരിക്കും ഒരു ഫാൽക്കൺ ആയിരുന്നു. അവൻ ജനാല തുറന്ന് ഒരു വിസിലടിച്ചപ്പോൾ ആ ഫാൽക്കൺ അവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അത് ശരിക്കും അവൻ്റെ മെസ്സഞ്ചറാണ്. അതിനുള്ളിൽ അവനുള്ളൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. അവൻ എവിടെയെങ്കിലും ജീവനോടെ ഇരിപ്പുണ്ടോ, എത്രയും പെട്ടെന്ന് ഒരു റിപ്ലൈ തരണം എന്നായിരുന്നു അതിൽ എഴുതിയിരുന്നത്. അവൻ ആ പേപ്പർ കത്തിച്ച് കളയുന്നു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ചോപ്പ് സ്റ്റിക്ക് എടുത്ത് അവിടെ തീ കായാനായി കൂട്ടിയിരുന്ന തീയിലേക്ക് വെച്ച് അത് കരിച്ചിട്ട് അതിൻ്റെ കരിപിടിച്ച ചുവടുകൊണ്ട് അവിടെ അവൻ്റെ ഡ്രസ്സ് ചെയ്യാനായി കൊണ്ടുവന്നിരുന്ന ആ ബാൻഡേജിൽ നിന്ന് കുറച്ചെടുത്ത് അതിൻ്റെ റിപ്ലൈ എഴുതുന്നു. താനിപ്പോഴുള്ള സ്ഥലത്തിൻ്റെ ലൊക്കേഷനാണ് അവൻ അതിൽ എഴുതി വെക്കുന്നത്. എന്നിട്ട് അത് ആ ഫാൽക്കണിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് അതിനെ അവിടെ നിന്ന് തിരികെ പറത്തി വിടുന്നു. ഇതിങ്ങനെ അവരുടെ വീടിൻ്റെ അടുത്ത് തന്നെ വട്ടം ചുറ്റിയിരിക്കുന്നത് ഷാങ്യുവും കാണാനിടയാവുന്നു. അത്യാവശ്യം നല്ല വിലയുള്ള ഒരു പക്ഷിയാണത്. അതുകൊണ്ട് അവൾ അതിനെ എറിഞ്ഞു വീഴ്ത്താനൊന്ന് ശ്രമിക്കുന്നുണ്ട്. അത് ജീവനം കൊണ്ട് അവിടെ നിന്ന് പറന്നു പോകുന്നു. പക്ഷെ ഇവൾ എറിഞ്ഞ കല്ല് പുറത്തുകൂടി പോയ ഒരാളുടെ നെറ്റിയിൽ തന്നെ ചെന്ന് കൊള്ളുന്നുണ്ട്. അതുവഴി കുറച്ച് ഒഫീഷ്യൽസ് വരുന്നുണ്ടായിരുന്നു. അവരുടെ തലവൻ്റെ നെറ്റിക്കാണ് ഇത് വന്ന് കൊണ്ടത്. ഒരു മുറിവുണ്ടായ കുറച്ച് ബ്ലഡൊക്കെ പൊടിയുന്നുണ്ട്. ആരാണ് ഇത് ചെയ്തതെന്ന് ചോദിച്ചുകൊണ്ടാണ് അയാൾ ബഹളം വെച്ച് വരുന്നത്. അങ്ങനെ യാൻഷെങ്ങും ഇത് ശ്രദ്ധിക്കുന്നു. ഈ ഒഫീഷ്യൽസ് അവിടെയുള്ള വീടുകളിലെല്ലാം കയറി ഇറങ്ങി എന്തോ തിരയുകയാണ്. ഷാങ്യുവും ബഹളം കേട്ടുകൊണ്ടുവന്ന് എന്താണ് അവർ അന്വേഷിക്കുന്നതെന്ന് അവിടെ കൂടി നിൽപ്പുണ്ടായിരുന്നവരോട് ചോദിക്കുന്നു. അഭയാർത്ഥികളായിട്ടുള്ള ആരെങ്കിലുമൊക്കെ ഇവിടെ എവിടെയെങ്കിലും വന്ന് കയറിയിട്ടുണ്ടോ എന്നുള്ള തിരച്ചിലാണ് അവർ. ID പ്രൂഫ് ഒന്നും കൈവശമില്ലാത്തവരെല്ലാം പിടികൂടി സൈന്യത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ സൈന്യത്തിലേക്ക് കൊണ്ടുപോകുന്നവരെ മിക്കവാറും എല്ലാം മരിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. കാരണം വാൻഗാർഡ് ബറ്റാലിയൻ എന്നൊരു ടീമിൻ്റെ ഭാഗമായിട്ടാണ് അവരെ കൊണ്ടുപോകുന്നത്. അത് യുദ്ധത്തിൽ മരിക്കാൻ വേണ്ടി തള്ളിവിടുന്ന ഒരു ഭാഗമാണ് എന്നും അവർ പറയുന്നുണ്ട്. അതോടെ ഷാങ്യുവിന് ആകെ വെപ്രാളമാവുന്നു. അവൾ വേഗം യാൻഷെങ് കിടക്കുന്ന മുറിയുടെ ഭാഗത്തേക്ക് ചെല്ലുന്നു. അവളിങ്ങനെ വരുന്ന ശബ്ദം കേട്ടപ്പോൾ ആ ഒഫീഷ്യൽസ് തന്നെ അന്വേഷിച്ച് വരികയാണ് എന്നാണ് യാൻഷെങ് കരുതുന്നത്. അവൻ കയ്യിലുണ്ടായിരുന്ന ചോപ്പ് സ്റ്റിക്ക് 2ആയിട്ട് ഒടിച്ചിട്ട് അത് ഒരു ആയുധം പോലെ കയ്യിൽ എടുത്തു വെച്ചുകൊണ്ട് ആക്രമണത്തിന് തയ്യാറെടുത്ത് നിൽക്കുന്നു.
ഇതേ രീതിയിൽ ചുള്ളിക്കമ്പ് പൊടിച്ച് അവൻ മുമ്പ് യുദ്ധസ്ഥലത്ത് ആയുധമില്ലാതിരുന്ന സമയത്ത് പലരെയും കൊന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവന് കാര്യത്തിൽ നല്ല കോൺഫിഡൻസ് ഉണ്ട്. അങ്ങനെ തയ്യാറെടുത്തിരിക്കുമ്പോഴാണ് ഷാങ്യു ആ മുറിക്കുള്ളിലേക്ക് വന്നത്. അതോടെ അവൻ കയ്യിലുണ്ടായിരുന്ന ആയുധം പതുക്കെ താഴെയിടുന്നു. ഷാങ്യു ഓടി അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് നിനക്ക് ട്രാവൽ പെർമിറ്റ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഉണ്ട് എന്ന് അവൻ പറഞ്ഞപ്പോൾ അവൾക്ക് ആശ്വാസമാവുന്നുണ്ട്. അപ്പോഴാണ് അതൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്ന് അവൻ പറയുന്നത്. എവിടെയാണ് നഷ്ടപ്പെട്ടത്? എന്തായാലും അവൻ തിരിഞ്ഞു നോക്കാൻ പറഞ്ഞ് അവൾ അവിടെയൊക്കെ തിരയുന്നുണ്ട്. അപ്പോഴാണ് നീ എൻ്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യിച്ച സമയത്ത് എൻ്റെ കൈവശം ഒന്നുമില്ല എന്ന് കണ്ടിരുന്നല്ലോ എന്ന് അവൻ ചോദിക്കുന്നത്. അത് ശരിയാണല്ലോ എന്ന് അവൾ ചിന്തിക്കുന്നുണ്ട്. താനാണ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യിച്ചതെന്ന് അവനെങ്ങനെ അറിഞ്ഞുവെന്ന് അവൾ അമ്പരക്കുന്നു. തങ്ങൾ അങ്കിളുമായി സംസാരിച്ചത് അവൻ കേട്ടതായിരിക്കും എന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും അതിനെപ്പറ്റിയൊന്നും ഇപ്പോൾ ചർച്ച ചെയ്യാൻ സമയമില്ലല്ലോ. ആ വരുന്ന ഒഫീഷ്യൽസ് ഇവനെ കണ്ടാൽ പിടികൂടിക്കൊണ്ട് പോവും. അത് അവൻ്റെ മരണത്തിലേക്കായിരിക്കും. അതുകൊണ്ട് അവനെ എങ്ങനെയെങ്കിലും പ്രൊട്ടക്റ്റ് ചെയ്യണം. അതിനെന്താണ് വഴിയെന്ന് അവൾ ആലോചിക്കുന്നു. അവൾ തന്നെ സേഫായിട്ട് ഒളിക്കാൻ പറ്റിയ ഒരു സ്ഥലവും പറയുന്നുണ്ട്. അവനെ എവിടെ ഒളിപ്പിച്ചിട്ട് അവൾ പുറത്തേക്ക് നിന്നപ്പോഴേക്കും ആ ഒഫീഷ്യൽസ് അവിടെ എത്തിയിരുന്നു. അവർ അവളോട് അപരിചിതരായ ആരെങ്കിലും അവിടെ ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്നു. എന്നിട്ട് അകത്തെല്ലാം കയറിയിട്ട് ചിലർ നടത്തുന്നുണ്ട്. പക്ഷെ അവർക്ക് ആരെയും കണ്ടെത്താൻ സാധിക്കുന്നില്ല. അങ്ങനെ സംശയമൊന്നും തോന്നാതെ അവരവിടെ നിന്ന് പോകാൻ തുടങ്ങുന്ന സമയത്താണ് അകത്ത് നിന്ന് ഒരു സൈനികൻ ബ്ലഡ് പുരണ്ട കുറച്ച് തുണിയുമായി പുറത്തേക്ക് വന്നത്. അതങ്ങനെ അവിടെ വന്നുവെന്ന് അവർ അവളോട് ചോദിക്കുന്നു. താനൊരു ഇറച്ചിവെട്ടുകാരിയാണ്, പന്നിയുടെ ബ്ലഡാണ് അതെന്ന് അവൾ പറയുന്നുണ്ട്. പക്ഷെ അവർക്കത് വിശ്വാസം വരുന്നില്ല. അങ്ങനെ വീണ്ടും തിരയാൻ തുടങ്ങുന്നു. അപ്പോഴും അവർക്ക് അവനെ കണ്ടെത്താൻ സാധിക്കുന്നില്ല. അവൾ എന്തെങ്കിലും ഒളിപ്പിക്കുന്നുണ്ടോ? അഭയാർത്ഥികളെ ഒളിപ്പിക്കുന്നത് വലിയ തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് അയാൾ അവളെ ഒന്ന് പേടിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഷാങ്യു ഇപ്പോൾ അവരുടെ മുന്നിൽ പേടിച്ചതുപോലെയാണ് നിൽക്കുന്നത്. അവൾ അവിടെ ഉണ്ടായിരുന്ന ഒരു സെല്ലറിൻ്റെ അടുപ്പിലേക്ക് നോക്കുന്നുണ്ട്. അങ്ങനെ അവർക്ക് സംശയം തോന്നി അത് പരിശോധിക്കുന്നു. പക്ഷെ അതിനുള്ളിലുണ്ടായിരുന്നത് ഷാങ്ങിങ് ആയിരുന്നു. ഞങ്ങൾ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുകയായിരുന്നു. നിങ്ങൾ വന്നപ്പോൾ വെപ്രാളത്തിനിടയിൽ എനിക്ക് ഇവളെ കണ്ടുപിടിക്കാനുള്ള സമയം കിട്ടിയില്ല എന്ന് ഷാങ്ങിങ്ങിനെ പുറത്തേക്ക് എടുത്തുകൊണ്ട് ചിരിച്ചുകൊണ്ട് പറയുന്നു. അവൾ ഈ പറയുന്നതൊന്നും അവർക്കത്ര വിശ്വാസം വന്നിട്ടില്ലെങ്കിലും തൽക്കാലം മറ്റ് തെളിവുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ തിരികെ പോകാൻ തുടങ്ങുന്നു. അപ്പോഴാണ് അവിടെയുള്ള പന്നിക്കൂട് അയാൾ ശ്രദ്ധിക്കുന്നത്. കൂട്ടത്തിൽ ഒരു സൈനികനോട് അതും കൂടി ഒന്ന് ചെക്ക് ചെയ്തോളാൻ പറഞ്ഞിട്ട് ബാക്കി എല്ലാവരും മുന്നോട്ട് പോകുന്നുണ്ട്. ആ ചെക്ക് ചെയ്യാൻ പറഞ്ഞ ആൾക്ക് ഇത് അത്ര ഇഷ്ടപ്പെടുന്നില്ല. ഈ പന്നിക്കൂട് നോക്കേണ്ട ആവശ്യം എനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ അതിൻ്റെ അടുത്തേക്ക് പോകുന്നത്. യാൻഷിങ് ശരിക്കും ഉണ്ടായിരുന്നത് അതിനുള്ളിലാണ്. ഇയാളിങ്ങനെ അടുത്തേക്ക് വരുന്നതുകൊണ്ട് ഒരു ആക്രമണത്തിന് തയ്യാറെടുത്ത് അവൻ ഇങ്ങനെ റെഡി ആയിരിക്കുകയാണ്. അവിടെ പന്നിയുടെ വേസ്റ്റൊക്കെ കിടപ്പുണ്ട്, സൂക്ഷിച്ചു പോകണമെന്ന് ഷാങ്യു ആ സൈനികന് മുന്നറിയിപ്പ് നൽകുന്നു. അല്ലെങ്കിൽ തന്നെ അയാൾക്ക് അതിൻ്റെ അടുത്തേക്ക് പോകാൻ അറപ്പായിരുന്നു. ഇതും കൂടി കേട്ടപ്പോൾ അയാൾ ഒന്നുകൂടി മടിക്കുന്നുണ്ട്. മാത്രമല്ല ഈ വേസ്റ്റ് എല്ലാം കൂടി അവിടെ കിടക്കുന്ന കണ്ടപ്പോൾ അയാൾക്ക് മതിയാവുന്നു. അതിനുള്ളിൽ പന്നി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അയാൾ വേഗം അവിടെ നിന്ന് തെരച്ചിൽ മതിയാക്കി പോകുന്നുണ്ട്. യാൻഷിങ്ങിന് ഇപ്പോഴാണ് ആശ്വാസമാവുന്നത്. എല്ലാം ഓക്കെ ആയി കഴിഞ്ഞപ്പോൾ ഷാങ്യു വേഗം ചെന്ന് അവൻ്റെ മുന്നിൽ നിരത്തി വെച്ചിരുന്ന വേസ്റ്റ് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റുന്നു. ഇപ്പോൾ അവളെ കണ്ടപ്പോൾ തൻ്റെ രക്ഷകയായിട്ടൊക്കെയാണ് യാൻഷിങ്ങൻ ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ഒരു ഹീറോയിക് പരിവേഷത്തോടെ അവൻ അവളെ നോക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു.